സോ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ BJTയുടെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ നന്നായിട്ട് പഠിച്ചോളൂ BJTയുടെ വർക്കിംഗ്. BJT രണ്ട് ടൈപ്സ് ഉണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അല്ലേ? ഏതൊക്കെയാണ് രണ്ട് ടൈപ്സ് ഓഫ് BJT? ഒന്ന് NPN ട്രാൻസിസ്റ്റർ, രണ്ട് PNP ട്രാൻസിസ്റ്റർ. ഓക്കെ, സോ BJTയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ എല്ലാവരും കാണുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇനി മുതൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവില്ല. ഓക്കെ, സോ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്. ഓക്കെ, സോ നമുക്ക് കാര്യത്തിലേക്ക് വരാം. BJT രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് NPN ട്രാൻസിസ്റ്റർ, രണ്ട് PNP ട്രാൻസിസ്റ്റർ. സോ NPN ട്രാൻസിസ്റ്ററിൻ്റെതും PNP ട്രാൻസിസ്റ്ററിൻ്റെതും വർക്കിംഗ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സോ ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് ആദ്യം NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് പഠിക്കാം. ഓക്കെ, സോ വർക്കിങ്ങിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ആദ്യം പഠിക്കണം. ഓക്കെ, ആദ്യം തന്നെ എന്താണ് NPN ട്രാൻസിസ്റ്റർ? ഓക്കെ, എന്താണ് NPN ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? രണ്ട് N ടൈപ്പ് മെറ്റീരിയൽസിനിടയിൽ വെച്ച് ഒരു P ടൈപ്പ് മെറ്റീരിയലിനെ സാൻഡ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് NPN ട്രാൻസിസ്റ്ററിനെ ലഭിക്കുന്നു. ഓക്കെ, എന്താടാ? രണ്ട് N ടൈപ്പ് മെറ്റീരിയൽസിനിടയിൽ വെച്ച് ഒരു P ടൈപ്പ് മെറ്റീരിയലിനെ സാൻഡ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് NPN ട്രാൻസിസ്റ്ററിനെ ലഭിക്കുന്നു അല്ലേ? പിന്നെ ഓർത്തിരിക്കേണ്ട അടുത്ത പോയിന്റ് NPN ട്രാൻസിസ്റ്ററിന്റെ സിമ്പലാണ്. ഇതാണ് NPN ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ. ഓക്കെ, സോ ഈ ഒരു സിമ്പലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ ആരോ മാർക്കാണ്. സോ ആരോ മാർക്ക് മുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ ഈ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് ട്രാൻസിസ്റ്ററിന്റെ കൺവെൻഷണൽ കറണ്ട് ഫ്ലോയിനെയാണ്. ഓക്കെ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനെയാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ബട്ട് NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് പറയുന്നതിന് മുന്നോടിയായിട്ട് ഈ പോയിന്റ്സ് പറയേണ്ടത് കൊണ്ട് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, NPN ട്രാൻസിസ്റ്ററിന്റെ സിമ്പല്. സോ ഇവിടെ ആരോ മാർക്ക് മുകളിലേക്കാണ് പോകുന്നത്. ഈ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് കൺവെൻഷണൽ കറണ്ട് ഫ്ലോവിനെയാണ്, അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനെയാണ് എന്ന്. ഓക്കെ, അതായത് കറണ്ട് എവിടുന്ന് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്? ബേസിൽ നിന്നും എമിറ്ററിലേക്ക് അല്ലേ? ബേസിൽ നിന്നും എമിറ്ററിലേക്ക്. അപ്പൊ ഇതാണ് ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. ഇനി അടുത്ത പോയിന്റ്, NPN ട്രാൻസിസ്റ്ററിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഏതാണ് NPN ട്രാൻസിസ്റ്ററിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്? ഇലക്ട്രോൺസ് ആണ്. എന്തുകൊണ്ടാണ് NPN ട്രാൻസിസ്റ്ററിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആവുന്നത്? കാരണം ആ ഒരു സ്ട്രക്ചർ തന്നെ നോക്കടാ, NPN അല്ലേ? ഈ ട്രാൻസിസ്റ്റർ തുടങ്ങുന്നത് N വെച്ചിട്ടാണ്, അവസാനിക്കുന്നതും N വെച്ചിട്ടാണ് അല്ലേ? N സൈഡിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാടാ? ഇലക്ട്രോൺസ് ആണ് അല്ലേ? സോ സ്വാഭാവികമായും NPN ട്രാൻസിസ്റ്ററിൽ കൂടുതലുള്ളത് ഈ N സെക്ഷൻസ് ആയതുകൊണ്ട് തന്നെ, N സെക്ഷനിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ NPN ട്രാൻസിസ്റ്ററിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതാണ് ഓർത്തിരിക്കേണ്ട മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി NPN ട്രാൻസിസ്റ്ററിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്ക്. NPN അല്ലേ? അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു BJTക്ക് 3 ടെർമിനൽസ് ഉണ്ട് അല്ലേ? സോ NPN ട്രാൻസിസ്റ്ററിനും 3 ടെർമിനൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? എമിറ്റർ, കളക്ടർ, ബേസ് അല്ലേ? സോ ഇവിടെ നിങ്ങൾ നോക്ക്, NPN എന്നാണ് അല്ലേ? അതായത് N ടൈപ്പ് എമിറ്റർ ആണ്. ഓക്കെ, N ടൈപ്പ് എമിറ്റർ ആണ്. അതുപോലെ തന്നെ P ടൈപ്പ് ബേസ് ആണ്. അടുത്തത് N ടൈപ്പ് കളക്ടറുമാണ്. അങ്ങനെയാണ് 3 ടെർമിനൽസ്. ഓക്കെ, എമിറ്ററും ബേസും കളക്ടറും അങ്ങനെയാണ് ഇവിടെ NPN ട്രാൻസിസ്റ്ററിൽ ഫോം ചെയ്യുന്നത്. അതായത് ആദ്യത്തെ N കറസ്പോണ്ട് ചെയ്യുന്നത് എമിറ്ററിനെയും അടുത്ത P കറസ്പോണ്ട് ചെയ്യുന്നത് ബേസിനെയും മൂന്നാമത്തെ N കറസ്പോണ്ട് ചെയ്യുന്നത് കളക്ടറിനെയുമാണ്. അതാണ് N ടൈപ്പ് എമിറ്റർ എന്നും P ടൈപ്പ് ബേസ് എന്നും N ടൈപ്പ് കളക്ടർ എന്നും ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഓർത്തിരിക്കേണ്ട നാലാമത്തെ പോയിന്റ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ BJTയുടെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പറഞ്ഞിരുന്നു അല്ലേ? സോ ഈ ഒരു മോഡ്സ് ഓഫ് ഓപ്പറേഷനിൽ ആദ്യത്തെ മോഡ് ഓഫ് ഓപ്പറേഷൻ, അതായത് എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും അല്ലേ? ഈ രണ്ട് ജംഗ്ഷൻസിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡും ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന BJTയുടെ റീജിയൻ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയൻ ആണ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ, BJTയുടെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിച്ചിരുന്നു അല്ലേ? സോ ഈ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്ന റീജിയനിലായിരിക്കും BJT നോർമൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. BJT വർക്ക് ചെയ്യുന്ന നോർമൽ വർക്കിംഗ് മോഡാണ് ആക്റ്റീവ് റീജിയൻ. സോ
നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന NPN ട്രാൻസിസ്റ്ററിൻ്റെതും PNP ട്രാൻസിസ്റ്ററിൻ്റെയും വർക്കിംഗ് രണ്ടിൻ്റെതും വർക്കിംഗ് ആക്റ്റീവ് റീജിയനിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയൊക്കെ കാര്യങ്ങൾ NPN ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിങ്ങിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം എന്താണ് NPN ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു അല്ലേ. രണ്ട് N ടൈപ്പ് മെറ്റീരിയൽസിന് ഇടയിൽ വെച്ച് ഒരു P ടൈപ്പ് മെറ്റീരിയലിനെ സാൻഡ്വിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് NPN ട്രാൻസിസ്റ്ററിനെ ലഭിക്കുന്നു അല്ലേ. പിന്നെ എന്താണ് പറഞ്ഞത്? NPN ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ. ഇതാണ് NPN ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ആരോ മാർക്കാണ്. ആരോ മാർക്ക് മുകളിലേക്കാണ് പോകുന്നത്. ഈ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് കൺവെൻഷണൽ കറണ്ട് ഫ്ലോവിനെയാണ്, അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനെയാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ NPN ട്രാൻസിസ്റ്ററിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ബേസിൽ നിന്നും എമിറ്ററിലേക്കാണ് എന്ന്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്താണ് പറഞ്ഞത്? NPN ട്രാൻസിസ്റ്ററിന്റെ സ്ട്രക്ചറിനെ പറ്റി അല്ലേ. ഇവിടെ N ടൈപ്പ് എമിറ്റർ ആണ്, P ടൈപ്പ് ബേസ് ആണ്, അതുപോലെ തന്നെ N ടൈപ്പ് കളക്ടറുമാണ്. അതായത് ആദ്യത്തെ N കറസ്പോണ്ട് ചെയ്യുന്നത് എമിറ്റർ ടെർമിനലിനെയും അടുത്ത P കറസ്പോണ്ട് ചെയ്യുന്നത് ബേസ് ടെർമിനലിനെയും അടുത്ത N കറസ്പോണ്ട് ചെയ്യുന്നത് കളക്ടർ ടെർമിനലിനെയുമാണ്. അങ്ങനെയാണ് 3 ടെർമിനൽസ് വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ BJT വർക്ക് ചെയ്യുന്ന നോർമൽ മോഡ് എന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയൻ ആയിരിക്കും അല്ലേ. സോ നമ്മൾ NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിങ്ങും PNP ട്രാൻസിസ്റ്ററിന്റെയും വർക്കിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആക്റ്റീവ് റീജിയൻ എന്ന മോഡിനെ ആസ്പദമാക്കിയിട്ടാണ്. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിങ്ങിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് നേരെ NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് പഠിക്കാം. ഓക്കെ, സോ വർക്കിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഫിഗർ കൂടി പഠിക്കണം. ഇതാണ് NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിങ്ങിന്റെ ഫിഗർ. ഓക്കെ, സോ PN ജംഗ്ഷൻ ഡയോഡിന്റെ വർക്കിംഗ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്? PN ജംഗ്ഷൻ ഡയോഡിനെ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു, ശേഷം എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും NPN ട്രാൻസിസ്റ്ററിനെ നമ്മളൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, PN ജംഗ്ഷൻ ഡയോഡിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് അതിലും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ വർക്കിംഗ് പറയാൻ പോവുകയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചോ. സോ ഇതാണ് NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിങ്ങിന്റെ ഡയഗ്രാം. ഓക്കെ, സോ NPN ട്രാൻസിസ്റ്ററിനെ നമ്മളൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ബാറ്ററിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്? സൂക്ഷിച്ച് നോക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ BJTക്ക് 2 ജംഗ്ഷൻസ് ഉണ്ട്, എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും അല്ലേ. സോ BJT നോർമലി വർക്ക് ചെയ്യുന്ന റീജിയൻ ആക്റ്റീവ് റീജിയൻ ആണ് എന്നും ഞാൻ പറഞ്ഞു അല്ലേ. സോ ഇവിടെ നിങ്ങൾ നോക്ക്, ബാറ്ററിയുമായിട്ട് എങ്ങനെയാണ് NPN ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്? ആദ്യത്തെ N ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായും കണക്ട് ചെയ്തിരിക്കുന്നു. അവസാനത്തെ N കണക്ട് ചെയ്തത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടുമാണ് അല്ലേ. അതായത് ആദ്യത്തെ N ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്നു, അവസാനത്തെ N ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായും കണക്ട് ചെയ്തിരിക്കുന്നു അല്ലേ. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യത്തെ N ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ N സൈഡിൽ ആരാടാ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്? ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. N സൈഡിൽ ഇലക്ട്രോൺസ് ആണ് കൂടുതൽ ഉള്ളത് എന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താടാ? നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് സെക്ഷൻ കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടല്ലേടാ. അതുപോലെ തന്നെ അപ്പുറത്ത് അവസാനത്തെ N കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടാണ് അല്ലേ. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞ ലോജിക് പ്രകാരം N സൈഡിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് അല്ലേ. അതായത് ആദ്യത്തെ N കണക്ട് ചെയ്തിരിക്കുന്നത് സെയിം പൊളാരിറ്റിയുമായിട്ടാണ് അല്ലേ. എന്നാൽ അവസാനത്തെ N കണക്ട് ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് പൊളാരിറ്റിയുമായിട്ടാണ് അല്ലേ. ആദ്യത്തേത് നെഗറ്റീവ് ടു നെഗറ്റീവ് കണക്ഷൻ ആയിരുന്നു, എന്നാൽ അവസാനത്തേത് നെഗറ്റീവ് ടു പോസിറ്റീവ് കണക്ഷൻ ആണ് അല്ലേ. അതായത് നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ ആ സെക്ഷൻ അത് കറസ്പോണ്ട് ചെയ്യുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ആണ് അല്ലേ. സോ നമുക്ക് പറയാം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആണ് എന്ന് അല്ലേ. അതുപോലെ തന്നെ അപ്പുറത്ത് അവസാനത്തെ N അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് പൊളാരിറ്റിയുമായിട്ട് ആയതുകൊണ്ട് അത് കറസ്പോണ്ട് ചെയ്യുന്ന ജംഗ്ഷൻ കളക്ടർ ബേസ് ജംഗ്ഷൻ ആയതുകൊണ്ടും നമുക്ക് പറയാം കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡുമാണ് എന്ന് അല്ലേ. സോ ഫോർവേഡ് ബയാസ് റിവേഴ്സ് ബയാസ് ഒക്കെ എന്താണെന്ന് PN ജംഗ്ഷൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതാണ് അല്ലേ. സെയിം ചാർജസ് തമ്മിലാണ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ അത് ഫോർവേഡ് ബയാസ് ആണ്. ഇപ്പോൾ നെഗറ്റീവ് ടു നെഗറ്റീവ് കണക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ടു പോസിറ്റീവ് കണക്ഷൻ ആണെങ്കിൽ ഫോർവേഡ് ബയാസ്. ഇനി നെഗറ്റീവ് ടു പോസിറ്റീവ് കണക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് കണക്ഷൻ ആണെങ്കിൽ അത് റിവേഴ്സ് ബയാസ് അല്ലേ. സോ ഇവിടെ ആദ്യത്തെ എമിറ്റർ ബേസ് ജംഗ്ഷൻ സെയിം പൊളാരിറ്റീസ് തമ്മിലാണ് കണക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയത്. എന്നാൽ
രണ്ടാമത്തെ ആ ഒരു കണക്ഷൻ അല്ലെ, അവസാനത്തെ എൻഡിന്റെ ആ ഒരു കണക്ഷൻ അത് ഓപ്പോസിറ്റ് പൊളാറിറ്റി ആണ് അല്ലെ, നെഗറ്റീവ് ടു പോസിറ്റീവ് കണക്ഷൻ ആണ്. അതുകൊണ്ടാണ് ആ ഒരു കറസ്പോണ്ടിങ് ജംഗ്ഷൻ, അതായത് കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആയത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ട പോയിന്റ് NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗിൽ. ഓക്കെ, എന്താണ് പറഞ്ഞത്? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡുമാണ്. ഓക്കെ, അത് വന്ന വഴി മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയത് എന്നും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആയത് എന്നും മനസ്സിലായില്ലേടാ? സിമ്പിൾ അല്ലേ? കാരണം ആദ്യത്തെ എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് സെയിം പൊളാരിറ്റിയുമായിട്ടാണ്, അതുപോലെ തന്നെ അവസാനത്തെ എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് പൊളാരിറ്റിയുമായിട്ടാണ്. സെയിം പൊളാരിറ്റി വരുമ്പോൾ അത് ഫോർവേഡ് ബയാസ് ആണ്, ഓപ്പോസിറ്റ് പൊളാരിറ്റി വരുമ്പോൾ അത് റിവേഴ്സ് ബയാസുമാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. സോ സംഗതി പിടിയിട്ടില്ലേ? അപ്പൊ ഇതാണ് NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗിൽ നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ട പോയിന്റ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡും ആയിരിക്കും. സോ ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആണ് അല്ലെ. സോ ഫോർവേഡ് ബയാസിൽ എന്താണ് സംഭവിക്കുക? കറണ്ട് കണ്ടക്ഷൻ ഒക്കോർ ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു അല്ലെ. സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയതുകൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ N ടൈപ്പ് എമിറ്റർ ആണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലെ. P ടൈപ്പ് ബേസും N ടൈപ്പ് കളക്ടറുമാണ് അല്ലെ. ഇത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയതുകൊണ്ട് നമ്മുടെ N ടൈപ്പ് എമിറ്ററിലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? നേരെ തൊട്ടടുത്ത റീജിയനായ P ടൈപ്പ് ബേസിലോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, സോ N സൈഡിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് അല്ലേടാ. സോ ഈ ഇലക്ട്രോൺസ് ആണ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്? P ടൈപ്പ് ബേസിലോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്? കാരണം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയത് കാരണം N സൈഡിലുള്ള മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? P ടൈപ്പ് ബേസിലോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെ ഇവ മൂവ് ചെയ്യുമ്പോൾ, ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ, N ടൈപ്പ് എമിറ്ററിലെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ കറണ്ടിനെ നമ്മൾ എമിറ്റർ കറണ്ട് എന്ന് വിളിക്കുന്നു. ഇതിനെ നമ്മൾ I(E) എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്, IE. ഓക്കെ, അതാണ് എമിറ്റർ കറണ്ട്. ഓക്കെ, സോ മനസ്സിലായില്ലടാ എന്താണ്? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയത് കാരണം N ടൈപ്പ് എമിറ്ററിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? P ടൈപ്പ് ബേസിലോട്ടേക്ക് മൂവ് ചെയ്യുന്നു. സോ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് ഫോം ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഒരു കറണ്ടിനെ നമ്മൾ എമിറ്റർ കറണ്ട് എന്ന് വിളിക്കുന്നു, IE എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുക? ബേസിലോട്ടേക്ക് ക്രോസ് ഓവർ ചെയ്തു, ബേസിലോട്ടേക്ക് മൂവ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു, N ടൈപ്പ് എമിറ്ററിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസ് അല്ലേ. ഇനി ഈ ബേസിന്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സ്ട്രക്ചർ പറഞ്ഞപ്പോൾ BJTയുടെ ബേസ് എന്ന് പറയുന്നത് തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ് എന്ന് അല്ലെ. അതായത് ബേസ് തീരെ ചെറുതാണ്, അതുപോലെ തന്നെ കുറച്ച് ഡോപ്പിങ്ങുമേ ബേസിലോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുമുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? ചെറിയ ഗ്യാപ്പ് അല്ലേടാ ബേസിലുള്ളൂ, ചെറുതല്ലേ ബേസ്. സോ N ടൈപ്പ് എമിറ്ററിൽ നിന്നും P ടൈപ്പ് ബേസിലേക്ക് എത്തുന്ന ഇലക്ട്രോൺസിൽ കുറച്ച് ഇലക്ട്രോൺസ് മാത്രമേ P ടൈപ്പ് ബേസിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയ ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യുകയുള്ളൂ. P സൈഡിൽ ആരാടാ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്? ഹോൾസ് അല്ലേ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹോൾസുമായിട്ട് N ടൈപ്പ് എമിറ്ററിൽ നിന്നും വരുന്ന ഇലക്ട്രോൺസ് കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ബേസ് തീരെ ചെറുതായതുകൊണ്ട് ചെറിയൊരു സ്പേസ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. സോ ഈ വരുന്ന N ടൈപ്പ് എമിറ്ററിൽ നിന്നും വരുന്ന എല്ലാ ഇലക്ട്രോൺസിനും ഈ ചെറിയ സ്പേസിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെറിയ സ്പേസിനകത്തുള്ള P ടൈപ്പ് ബേസിനകത്തുള്ള ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യാൻ സാധിക്കില്ല. വെറും 5% ഇലക്ട്രോൺസിന് മാത്രമേ ഈ P ടൈപ്പ് ബേസിനകത്ത് ഉള്ള ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ അങ്ങനെ ഈ 5% വരുന്ന N ടൈപ്പ് എമിറ്ററിൽ നിന്നും വരുന്ന 5% ഇലക്ട്രോൺസ് മാത്രം P ടൈപ്പ് ബേസിലെ ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്മോൾ കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സ്മോൾ കറണ്ടിനെയാണ് നമ്മൾ ബേസ് കറണ്ട് എന്ന് വിളിക്കുന്നത്. IB വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും ബേസ് കറണ്ടിനെ. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഈ സ്മോൾ കറണ്ട് മാത്രം ഫോം ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വളരെ കുറച്ച് 5% മാത്രം വരുന്ന ഇലക്ട്രോൺസ് ഈ ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്? കാരണം ബേസ് അത്രക്ക് ചെറുതാണ്. ആ ഒരു ചെറിയ സ്പേസിൽ വെച്ചിട്ട് അധികം ഇലക്ട്രോൺസിനും കമ്പൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലേ. കുറഞ്ഞ സ്പേസ് അല്ലേ ഉള്ളൂ.
അങ്ങനെ ബേസ് കറണ്ട് ഫോം ചെയ്തു അല്ലേ. ഇനി എന്താണ് സംഭവിക്കുക? ബാക്കി വരുന്ന 95% ഇലക്ട്രോൺസ് നേരെ തൊട്ടടുത്ത ടെർമിനലായ കളക്ടർ സെക്ഷനിലോട്ടേക്ക് മൂവ് ചെയ്യുകയാണ്, ക്രോസ് ഓവർ ചെയ്യുകയാണ്. ഓക്കെ, സോ കളക്ടറാണ്, ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ BJTയുടെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കളക്ടറാണ് ഏറ്റവും ഹയസ്റ്റ് ഏരിയ ഉള്ള ടെർമിനൽ അല്ലേ. സോ കളക്ടറിലേക്ക് ഈ ബാക്കി വരുന്ന 95% വരുന്ന ഇലക്ട്രോൺസ് ക്രോസ് ഓവർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഹ്യൂജ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഹ്യൂജ് കറണ്ടിനെ നമ്മൾ കളക്ടർ കറണ്ട് എന്ന് വിളിക്കുന്നു, IC എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ കാര്യം, ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എമിറ്റർ കറണ്ട് എന്ത് ചെയ്യുന്നു? ബേസിലൂടെയും കളക്ടറിലൂടെയും ഫ്ലോ ചെയ്യുന്നു അല്ലേ. ബാക്കിയുള്ള രണ്ട് ടെർമിനൽസിലൂടെയും ഫ്ലോ ചെയ്യുന്നു. സോ നമുക്ക് അതിനൊരു ഇക്വേഷൻ ആയിട്ട് പറയാം. എമിറ്റർ കറണ്ടിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? IE അല്ലെ. ബേസ് കറണ്ടിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? IB. കളക്ടർ കറണ്ടിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? IC. സോ IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC എന്ന് നമുക്ക് പറഞ്ഞൂടെ. ദാറ്റ് ഈസ് എമിറ്റർ കറണ്ട് ഈസ് ദ സം ഓഫ് ബേസ് കറണ്ട് ആൻഡ് കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞൂടെടാ. കാരണം എമിറ്റർ കറണ്ട് ബേസിലൂടെയും കളക്ടറിലൂടെയും ഒക്കെ ഫ്ലോ ചെയ്യുന്നില്ലേ, അതുകൊണ്ട്. സോ ഇങ്ങനെയാണ് NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. എന്താണ് ആദ്യം സംഭവിക്കുന്നത്? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡുമാണ് അല്ലേ. സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയത് കാരണം N ടൈപ്പ് എമിറ്ററിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസ് P ടൈപ്പ് ബേസിലോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ക്രോസ് ഓവർ ചെയ്യുന്നു. അങ്ങനെ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് രൂപപ്പെടുന്നു, ഒരു കറണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ കറണ്ടിനെ എമിറ്റർ കറണ്ട് എന്ന് വിളിക്കുന്നു, IE എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ശേഷം എന്താ സംഭവിക്കുന്നത്? ഈ N ടൈപ്പ് എമിറ്ററിൽ നിന്നും വരുന്ന മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസ് ബേസിലേക്ക് എത്തുന്നു അല്ലേ. സോ ബേസ് തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് ആയതുകൊണ്ട് ഈ N ടൈപ്പ് എമിറ്ററിൽ നിന്നും വരുന്ന 5% വരുന്ന ഇലക്ട്രോൺസിന് മാത്രമേ P ടൈപ്പ് ബേസിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയ ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ ഈ 5% വരുന്ന ഇലക്ട്രോൺസ് ഈ P ടൈപ്പ് ബേസിലെ ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ അടുത്ത കറണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ ബേസ് കറണ്ട് എന്ന് വിളിക്കുന്നു. ഒരു സ്മോൾ കറണ്ട് ആണ് ഇത്, ബേസ് കറണ്ട്. ബേസ് കറണ്ടിനെ നമ്മൾ IB കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ബാക്കി വരുന്ന 95% വരുന്ന ഇലക്ട്രോൺസ് തൊട്ടടുത്ത ടെർമിനലായ കളക്ടറിലോട്ടേക്ക് ക്രോസ് ഓവർ ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. സോ കളക്ടർ ഹ്യൂജ് ആയതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ഈ 95% വരുന്ന ഇലക്ട്രോൺസ് കളക്ടർ സെക്ഷനിലോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹ്യൂജ് കറണ്ട് ഫോം ചെയ്യുന്നു. ആ കറണ്ടിനെ നമ്മൾ കളക്ടർ കറണ്ട് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതായത് IC കൊണ്ട് നമ്മൾ കളക്ടർ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ എമിറ്റർ കറണ്ട് ബേസിലൂടെയും കളക്ടറിലൂടെയും ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറയാം എമിറ്റർ കറണ്ട് ഈസ് ദ സം ഓഫ് ബേസ് കറണ്ട് ആൻഡ് കളക്ടർ കറണ്ട് എന്ന്. സോ നമുക്ക് അതിനെ ഇക്വേഷൻ രൂപത്തിൽ എഴുതാം. IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC അല്ലേ. ഇതാണ് NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഈ ഒരു ഫിഗർ വരക്കണം. ശേഷം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് വെച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. സോ NPN ട്രാൻസിസ്റ്റർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ. സോ PNP ട്രാൻസിസ്റ്റർ എങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ PNP ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഞാൻ സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നില്ല, ആ ടാസ്ക് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. എന്തായാലും ഇങ്ങനെയാണ് PNP ട്രാൻസിസ്റ്ററിന്റെ ഫിഗർ വരുന്നത്. ഓക്കെ, വ്യത്യാസം ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് NPN എന്നുള്ളത് മാറിയിട്ട് PNP ആയി അല്ലേ. സോ PNP എന്നായി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സെയിം NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇവിടേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക? എല്ലാം ഞാൻ സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നില്ല, ഈ ഒരു ടാസ്ക് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇതിൻ്റെ ഫിഗർ വരച്ചിട്ട് നിങ്ങൾ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കെ, എനിക്ക് ഉറപ്പാണ് NPN ട്രാൻസിസ്റ്ററിന്റെ വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ PNP ട്രാൻസിസ്റ്റർ നിങ്ങൾക്ക് ഒറ്റക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? സോ ഇതാണ് NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും. സോ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ PNP ട്രാൻസിസ്റ്റർ നിങ്ങൾ ഒറ്റയ്ക്ക് ഫിഗർ വരച്ച് ഒറ്റയ്ക്ക് പഠിക്കും. ഓക്കെ, എല്ലാം നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്ത് തന്നാൽ ശരിയാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് BJTയുടെ സെക്ഷനിൽ ബാക്കിയുള്ളത് BJTയുടെ കോൺഫിഗറേഷൻസും അതിലെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ വരുന്ന ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സുമാണ്. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അത് നമുക്ക് വരുന്ന വീഡിയോസിൽ, ഇനി വരുന്ന നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
സോ താങ്ക് യു ഗൈസ്.